ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലോജിക്കൽ റീസണിംഗ് ആണ്. ലോജിക്കൽ റീസണിംഗ് 20 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുന്നത്. ഈ 20 മാർക്കിന് 4 ചാപ്റ്ററിനായിട്ട് 5 മാർക്ക്, ഓരോ ചാപ്റ്ററിന് ആവറേജ് 5 മാർക്ക് വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഈ ലോജിക്കൽ റീസണിംഗിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്പർ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ് ആൻഡ് ഓഡ് മാൻ ഔട്ട് ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്പർ സീരീസ് ആണ്. നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് തരും. ആ സീരീസിൽ ഏതെങ്കിലും ഒരു നമ്പർ മിസ്സിംഗ് ആക്കി കൊടുക്കും. അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ 2 4 5 ഡാഷ് 2 4 6 ഡാഷ് 10 എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് ഈവൻ നമ്പറിന്റെ സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8 ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തിലുണ്ടാവുക, ഈ ചാപ്റ്ററിൽ ഉണ്ടാവുക. ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്പറിന്റെ ഒരു സീരീസ് കൊടുക്കും, അതിലുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. CA ഫൗണ്ടേഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്സിൽ കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏരിയ ആണ് ഈ ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത്. മാത്സിനും സ്റ്റാറ്റിനും കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ് ലോജിക്കൽ റീസണിംഗ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഭാഗത്തുനിന്ന് സിമ്പിൾ ആണെന്ന് വെച്ചിട്ട് ഒഴിച്ച് വിടാണ്ട് പഠിക്കണം കേട്ടോ. ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. സിമ്പിൾ ആണെന്ന് വെച്ചിട്ട് ഒഴിവാക്കി വിടരുത്. ഇതിൽ വരാവുന്ന മാക്സിമം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ആൽഫബറ്റിക് സീരീസ് ആണ്. ആൽഫബറ്റിക് സീരീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, 26 ആൽഫബറ്റ്സ് ഉണ്ട്. ഈ 26 ആൽഫബറ്റ്സിനെ നമ്പേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന സീരീസിനാണ് ആൽഫബറ്റിക് സീരീസ് എന്ന് പറയുന്നത്. ഇതിനെ ബേസിക്കലി നമ്മൾ ചെയ്യുക ABCDEF ടു M വരെ എഴുതും. ഓക്കെ, എന്നിട്ട് താഴെ N ടു Z വരും. അപ്പോൾ മുകളിൽ 1 2 3 മുതൽ 13 വരെ ഉണ്ടാവും. താഴെ 14 മുതൽ 26 വരെ. അപ്പൊ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ N-ഉം B-യും അല്ലെങ്കിൽ N-ഉം A-യും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് നമ്പേഴ്സിനെ ഫസ്റ്റ് തന്നെ ഓർഡറിൽ എഴുതി വെക്കുക. എക്സാമിന് ഇപ്പൊ ഈ ചാപ്റ്ററിൽ എന്തായാലും 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒന്ന് ഇപ്പൊ ലെറ്റർ എന്നാണെന്ന് വിചാരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അപ്പൊ തന്നെ ആ സൈഡിൽ വേഗം A to Z എഴുതി വെക്കുക, എന്നിട്ട് നമ്പർ എഴുതി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ A to Z വരെ നമ്പർ വെച്ച് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ അല്ലെ? A മുതൽ Z വരെ ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. A മുതൽ Z വരെ എന്തായാലും അറിയാം. അതിന്റെ നമ്പർ അടക്കം പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഈ ഭാഗത്തുനിന്ന് ഈ ലെറ്ററിന്റെ ഭാഗത്തുനിന്ന് ഒരു മാർക്കിനെ ചോദിക്കുകയുള്ളൂ. പക്ഷെ എന്നാലും പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത്. ഇപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ ടൈം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പം തന്നെ സ്പീഡിൽ ഇത് എഴുതി വെക്കുക. A to Z വരും, അതിന്റെ നമ്പറും എഴുതി വെച്ചിട്ട് കോഡ് ചെയ്യാം. ഓക്കെ അല്ലെ? ഇനി ലെറ്റർ സീരീസ് ആണ്. ലെറ്റർ സീരീസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ആൽഫബറ്റിക് സീരീസ് എന്ന് പറയുന്നത് ഇത് ആൽഫബറ്റും നമ്പറും ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതിനാണ് ആൽഫബറ്റിക് സീരീസ് എന്ന് പറയുന്നത്. ലെറ്റർ സീരീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് AB, പിന്നെ അടുത്ത് BC ആണെന്നുണ്ടെങ്കിൽ അടുത്ത് CD ആയിരിക്കും. അടുത്ത എന്തായാലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തത് ഇതിനാണ് ലെറ്റർ സീരീസ് എന്ന് പറയുന്നത്. ഇതിന്റെ പേരുകളും കാര്യങ്ങളൊന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ എന്താണ്, ലെറ്റർ സീരീസ് ആണോ, ആൽഫബറ്റിക് സീരീസ് ആണോ, നമ്പർ സീരീസ് ആണോ എന്നൊന്നും എക്സാമിന് ചോദിക്കില്ല. അതിന് ജസ്റ്റ് ആ ഒരു നമ്പർ തരും, അതിനെ കോഡ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവും. കോഡിങ്ങോ ഡീകോഡിങ്ങോ ആണ് അടുത്ത് നമ്മൾ പഠിക്കണം. അതിന് കോഡ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും ആയിരിക്കും പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ലെറ്റർ കോഡിംഗ് ആണ് പറയുന്നത്. ലെറ്റർ കോഡിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഇതാണ് 2 എക്സാമ്പിൾ. ഓക്കെ, ഇതിൽ M എന്ന് പറഞ്ഞേക്ക് എമ്മിലേക്ക് 1 ആഡ് ചെയ്തപ്പോഴാണ് N കിട്ടിയത്. Y-യിലേക്ക് 1 ആഡ് ചെയ്തപ്പോഴാണ് Z. ഇത് തമ്മിലെ കണക്ഷനെയാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. S-ലേക്ക് തൊട്ടടുത്തതാണ് T എന്ന് പറയുന്നത്. ടീന്റെ അടുത്ത് തൊട്ടടുത്താണ് U എന്ന് പറയുന്നത്. ഇത് കണക്ഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? M കഴിഞ്ഞിട്ട് തൊട്ടടുത്തത് N ആയിരിക്കും എടുക്കേണ്ടി വരിക. E കഴിഞ്ഞിട്ട് അടുത്തത് തൊട്ടടുത്തത് എടുക്കുക, N കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തെടുക്കുക, E കഴിഞ്ഞിട്ട് അടുത്തെടുക്കുക, S കഴിഞ്ഞിട്ട് അടുത്തെടുക്കുക. അപ്പൊ അതായിരിക്കും ഇതിന്റെ വാല്യൂ വരുന്നുണ്ടാവുക. NOEFEM നിന്ന് എടുക്കുക. അപ്പൊ NFOFTJT എന്ന് വരും. ഓക്കെ, ഇതിനാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇതിനാണ് കോഡിംഗ് എന്ന് പറയുന്നത്. നമ്പർ കോഡിംഗ് ഉണ്ട്, ലെറ്റർ കോഡിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ലെറ്റർ കോഡിംഗ് ആണ് നോക്കിയിട്ടുള്ളത്. ഇനി നമ്പർ കോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്പർ വെച്ചിട്ടായിരിക്കും കോഡ് ചെയ്യുന്നത്. ഇതിപ്പോ ലെറ്ററിനെ ലെറ്റർ വെച്ചിട്ട് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെ? ലെറ്ററിനെ ലെറ്റർ വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യുന്നത്. അതിനാണ് ലെറ്റർ കോഡിംഗ് എന്ന് പറയുന്നത്. നമ്പർ കോഡിംഗ് എന്ന് പറയുന്നത് ആൽഫബറ്റിനെ നമ്പർ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഡീ കോഡിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്പറിനെ ലെറ്ററിലേക്ക് നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഇനി ഓഡ് മാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. നമ്മൾ ഒരുപാട് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള പരിപാടി തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഇതിലിപ്പോ ജനുവരി, മെയ്, ജൂലൈ, നവംബർ ഈ 3 ഒറ്റയാണ്. ഓഡ് വണ്ണിനെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനുവരിയിൽ 31 ഡേ ഉണ്ട്, മെയ്യിൽ 31 ഡേ ഉണ്ട്, ജൂലൈയിൽ 31 ഡേ ഉണ്ട്, നവംബറിൽ 30 ഡേ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് നവംബർ ആണ് ഓഡ് വൺ എന്ന് പറയുന്നത്. ഇതിന്റെ റീസണോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. നമ്മളവിടെ ഏതാണ് ഓപ്ഷൻ എന്നുള്ള മാത്രമേ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുള്ളൂ. ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം.
ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മൾ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്ന മക്കളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്തായിരിക്കും വളരെ സിമ്പിൾ ആയിരിക്കും ഈ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 6,11,21,36,56 ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തത് അടുത്ത നമ്പർ എന്താ വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത നമ്പർ എന്താ വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത നമ്പർ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, കണക്ഷൻ നോക്കാം അല്ലെ. 6ഉം 11ഉം 21 ഏകദേശം അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് അല്ലേ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആദ്യം എടുക്കുകയാണ്. 6ലേക്ക് 5 ആഡ് ചെയ്തപ്പോൾ 11 എന്ന് കിട്ടി. 11ലേക്ക് 10 ആഡ് ചെയ്തപ്പോഴാണ് 21 എന്ന് കിട്ടിയത്. 21ലേക്ക് 15 ആഡ് ചെയ്തപ്പോഴാണ് 36 കിട്ടുന്നത്. 36ലേക്ക് 20 ആഡ് ചെയ്തപ്പോൾ 56. അപ്പൊ ഇത് തമ്മിലെ കണക്ഷൻ കിട്ടി, ഇതിന്റെ കോഡിങ് കിട്ടി, ഇതിന്റെ എന്താണ് ഓരോ നമ്പേഴ്സ് തമ്മിലെ കണക്ഷൻ എന്ന് കിട്ടി. അപ്പൊ അടുത്ത് നമുക്ക് പറഞ്ഞോളൂ, അടുത്ത ഈ 56ലേക്ക് എന്ത് ആഡ് ചെയ്താൽ മതി? 25 ആഡ് ചെയ്താൽ മതി. 56ലേക്ക് 25 ആഡ് ചെയ്താൽ മതി. ഡയറക്റ്റ് ആഡ് ചെയ്യുക. അപ്പൊ എന്തൊരു 81 എന്ന് വരും. ഓക്കെ അല്ല? അത്രേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് കണക്ഷൻ നോക്കുക. എന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുന്നത്തെ കണക്ഷൻ വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന നമ്പർ ഏതാണെന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാം. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന 10, 100, 200, 310. നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് എന്തായാലും ഡിഫറൻസ് തന്നെ നോക്കാം. 19 ആണ് ഡിഫറൻസ്, 100 ആണ് ഡിഫറൻസ്, അടുത്ത 110 ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ അടുത്തത് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇതിലേക്ക് 120 ആയിരിക്കും ആഡ് ചെയ്യുന്നത്. പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ജസ്റ്റ് അതിന്റെ ഡിഫറൻസ് നോക്കുക, പിന്നെ അത് ആഡ് ചെയ്യാം. 310ലേക്ക് 120 ആഡ് ചെയ്താൽ 430 എന്ന് വരും. ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 11, 13, 17, 19, 23. ഇതും ഏകദേശം അടുത്തടുത്തുള്ള നമ്പർ തന്നെയാണ്. നമുക്ക് കൊടുത്തു നോക്കാം. ഇത് 2 ആണ് വരുന്നത്, ഇത് 4 ആണ് വരുന്നത്. 17ലേക്ക് 90 വീണ്ടും 2 തന്നെ വരുന്നത്. 90ലേക്ക് 23 4 ആണ്, വീണ്ടും 2, വീണ്ടും 4. അപ്പൊ അടുത്ത എന്തായിരിക്കും വരാം? 2 ആയിരിക്കും വരാം. 29 + 2 31. നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 6ലേക്ക് 6 ആഡ് ചെയ്താൽ 12 എന്ന് കിട്ടും. 12ലേക്ക് 9 ആഡ് ചെയ്താൽ 21 എന്ന് കിട്ടും. 21ലേക്ക് 12 ആഡ് ചെയ്താൽ 33 എന്ന് കിട്ടും. 21ലേക്ക് 12 ആഡ് ചെയ്താൽ 33 എന്ന് കിട്ടും. അപ്പൊ അടുത്തത് എത്ര ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക? 6 ആയി, 9 ആയി, 12 ആയി. ഈ 6ലേക്ക് 3 ആഡ് ചെയ്തപ്പോഴല്ലേ 9 കിട്ടിയ. 9ലേക്ക് വീണ്ടും 3 ആഡ് ചെയ്തപ്പോഴല്ലേ 12 കിട്ടിയ. 12ലേക്ക് വീണ്ടും 3 ആഡ് ചെയ്താൽ എന്തായിരിക്കും വരാം? 15 എന്നല്ല വരാം. അപ്പൊ ഈ 33ലേക്ക് എന്ത് ആഡ് ചെയ്യാം? 15 ആഡ് ചെയ്യാം. 33ലേക്ക് 15 ആഡ് ചെയ്യുമ്പോൾ 48 എന്ന് വരും. അപ്പൊ അടുത്ത നമ്പർ 48 ആയിരിക്കും അല്ലെ. ജസ്റ്റ് ഇങ്ങനെ പ്രഡിക്ഷൻ ആയിട്ട് ഓരോ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നോക്കുക. ഡിഫറൻസ് എന്തെങ്കിലും ആയി തമ്മിലുള്ള കണക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത നമ്പർ പ്രിഡിക്റ്റ് ചെയ്യാം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 2, 5, 9, 14, -27 ആണ്. കണക്ഷൻ നോക്കാം. 2ഉം 5ഉം തമ്മിലുള്ള കണക്ഷൻ 3 ആണ്. 5ഉം 9ഉം തമ്മിലുള്ള കണക്ഷൻ 4 ആണ്. 9ഉം 14ഉം തമ്മിലുള്ള കണക്ഷൻ 5 ആണ്. അപ്പൊ അടുത്ത് എത്രയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവുക? 6 ആയിരിക്കും അല്ലെ. 6 ആഡ് ചെയ്താൽ 20 എന്ന് കിട്ടും. അല്ല, 6 ആഡ് ചെയ്താൽ 20 എന്ന് കിട്ടും. പിന്നെ 7 ആഡ് ചെയ്താൽ 27 എന്ന് കിട്ടുന്നുണ്ടല്ലോ. ആൻസർ എന്താണ് വരുന്നത്? 20. ഇങ്ങനെയാണ് നമ്പർ സീരീസ് വരുന്നത്. ഇത് ജസ്റ്റ് നോക്കട്ടോ. ഇതൊക്കെ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നെ വരുന്നത്. ജസ്റ്റ് നമ്പർ തമ്മിൽ ആഡും ലെസ്സും ചെയ്തിട്ട് അതിന്റെ കണക്ഷൻസ് നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ആഡും ലെസ്സും ചെയ്ത് ഏതാണോ കോൺസ്റ്റന്റ് ആയിട്ട് ആഡ് ചെയ്ത് പോണത് അതിന് ആ പാറ്റേൺ അനുസരിച്ചിട്ട് അടുത്തതും ആഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അല്ല, ചിലപ്പോൾ ചിലർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ളൊന്നും വലിയ പ്രശ്നമില്ല. ഫില്ലിംഗ് ദ ബ്ലാക്സ് ചെയ്താൽ മതി. ഇപ്പോൾ 4ന്ന് 12ലേക്ക് എത്ര ഡിഫറൻസ് വരുന്നത്? 4ന്ന് 12ലേക്ക് 8 ആണ് ഡിഫറൻസ് വരുന്നത്. 12ന്ന് 36ലേക്ക് എത്ര ഡിഫറൻസ് വരുന്നത്? 24 ആ ഡിഫറൻസ് വരുന്നത്. ഈ 8ഉം 24ഉം തമ്മിൽ എന്താ ബന്ധം? 8ലേക്ക് 3 ഇൻറ്റു ചെയ്തപ്പോഴാണ് 24 കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? 24ലേക്ക് ഇൻറ്റു 3 ചെയ്യാം. 24 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 72 അല്ലേ. അപ്പൊ അടുത്ത് 72 ആണോ? 72 എന്നുള്ളത് ഓപ്ഷൻ ഇല്ല. അപ്പൊ അതല്ല കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ല, അപ്പൊ അതല്ല കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ വേറെ എന്തോ കണക്ഷൻ്റെ. അപ്പൊ അടുത്ത ലിങ്ക് നോക്കാം. അടുത്ത 4ലേക്ക് എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടോ? യെസ്. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12 കിട്ടുന്നുണ്ട്. 12 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 36 കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 36 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. അപ്പോൾ 108 എന്നാണ് വരുന്നത്. 108 എന്ന് കിട്ടി. ഇനി 108 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. ഇൻറ്റു 3 എന്ന് ചെയ്യുന്ന സമയത്ത് 324 കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് കണക്ഷൻ. ആദ്യം പ്ലസ് ചെയ്ത് നോക്കാം. പ്ലസ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത് എന്ത് ചെയ്ത് നോക്കാം? മൈനസ്. ഇപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെ ചെറുതായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഈ ഓർഡർ കുറഞ്ഞിട്ടല്ലേ വരുന്നത്. കുറഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം മൈനസ് ചെയ്ത് നോക്കാം. മൈനസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡിവിഷൻ നോക്കാം. കൂടി ഇപ്പൊ ഈ സീരീസ് ഇങ്ങനെ കൂടി പോവാണെന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ഡിഫറൻസ് ആഡ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് ആണോ എന്നുള്ളത് നോക്കാം. എന്നിട്ട് അല്ലാന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ആഡ് ചെയ്തപ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് എന്ത് വെക്കുക, മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. ഇങ്ങനെയാണ് നോർമലി നമ്പർ സീരീസിൽ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഡിഫറൻസ് 1ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0. പിന്നെ 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3. 4ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. പിന്നെയും 1. ഇങ്ങനെയാണ് ഡിഫറൻസ് പോകുന്നത്. തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല, ഒരു കണക്ഷനും ഇല്ലല്ലോ. ഇനി മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ നോക്കുന്നത് നമുക്ക് 1ലേക്ക് ഇൻറ്റു 1 ചെയ്തപ്പോൾ 1 കിട്ടി. 1ലേക്ക് ഇൻറ്റു 4 ചെയ്തപ്പോൾ 4 കിട്ടി. 4ലേക്ക് ഇൻറ്റു 2 ചെയ്തപ്പോൾ 8 കിട്ടി. 8ലേക്ക് എന്തെങ്കിലും ഇൻറ്റു ചെയ്താൽ 9 കിട്ടോ? 9 കിട്ടില്ല. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഇവിടെ ഈ 19ാമത്തെ ക്വസ്റ്റ്യനിൽ എന്തല്ല ഓക്കെ ആവുന്നില്ല. അഡീഷൻ ചെയ്തിട്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്മളിതിനെ 2 സീരീസ് ആക്കലാണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? 2 സീരീസ് ആക്കാം. 1 4 9 16 ഇതിനൊരു സീരീസ് ഞാൻ ക്യാൻസൽ ചെയ്യാത്തതിനെ വേറൊരു സീരീസും ആക്കി മാറ്റാണ് കേട്ടോ. എന്താ ചെയ്യുന്നത്? 1നെ 4നെ 9നെ 16 ഒരു സീരീസ് ആക്കി മാറ്റി. സീരീസ് ആക്കി മാറ്റുമ്പോൾ 1 4 9 16 വന്നു. പിന്നെ അടുത്ത സീരീസിൽ എന്തൊക്കെ വരുന്നത്? 1 8 ഡാഷ് 64. ഓക്കെ അല്ലേ. ഓരോന്ന് ഗ്യാപ്പ് ഇട്ടുള്ളത്. ഇതെന്താ ഫസ്റ്റത്തെ സീരീസ് എന്ന് പറയുന്നത് സ്ക്വയർ അല്ലേ. 1ന്റെ സ്ക്വയർ ആണ് 1 എന്ന് പറയുന്നത്. 4ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ ആണ് 4 എന്ന് പറയുന്നത്. 3ന്റെ സ്ക്വയർ ആണ് 9 എന്ന് പറയുന്നത്. 4ന്റെ സ്ക്വയർ ആണ് 16 എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇതിന്റെ ലിങ്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ലിങ്ക് ഇത് സ്ക്വയർ ആണെന്നുണ്ട് അടുത്ത് എന്താണ്? 1ന്റെ ക്യൂബ് അല്ല 1 എന്ന് പറയുന്നത്. 2ന്റെ ക്യൂബ് അല്ല 8 എന്ന് പറയുന്നത്. 4ന്റെ ക്യൂബ് അല്ല 64 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തിന്റെ ക്യൂബ് ആയിരിക്കും വരുന്നുണ്ടാവുക? 3ന്റെ ക്യൂബ് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27. ഓപ്ഷൻ എ. മനസ്സിലായോ കണക്ഷന്? ആദ്യം ആഡ് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ആൻസർ കൊടുത്ത് പോവുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സീരീസിനെ 2 ആക്കുക. ആ സീരീസിനെ 2 ആക്കിയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇനി അടുത്തത് 20ാമത്തതാണ്. 20ാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് ഡിഫറൻസ് മൈനസ് ചെയ്ത് നോക്കാം. 5760 മൈനസ് 960 ചെയ്ത് നോക്കാം. 960 ചെയ്യുന്ന സമയത്ത് 4800 എന്ന് വരും. 4800 എന്ന് വരും. അടുത്ത 916 മൈനസ് 192 ചെയ്ത് നോക്കാം. അപ്പോൾ 768. നമ്മൾ എന്തായാലും കണക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് കാര്യമില്ല. ഇനി അടുത്തത് ഇത് ചെറുതായി വരുന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അടുത്ത എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ചെയ്ത് നോക്കാം. 5760 ഡിവൈഡ് ബൈ 960 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്നാണ് കിട്ടിയത്. നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 6 എന്നാണ് കിട്ടിയത്. എന്തൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ 5760യും സെക്കൻഡ് ടേമിൽ എന്ത് ചെയ്തു? ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്തപ്പോൾ 6 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ടേമിൽ ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്യാൻ കേട്ടോ. അതൊന്നും ഇങ്ങനെ എഴുതൊന്നും വേണ്ട, ഡയറക്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. 192 ഡിവൈഡ് ബൈ 960 ഡിവൈഡ് ബൈ 192 5 എന്ന് വരും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. 960 ഡിവൈഡ് ബൈ 192 എന്ന് പറയുമ്പോൾ 5 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇത് 6ഉം ഇത് 5ഉം. അപ്പൊ അടുത്തത് എന്തായാലും 4 ആവണം എന്നുള്ളത് മൈനസിലൊരു ടെൻഡൻസി വരുന്നത്. ഇത് 6 5 ആണെന്നിട്ട് അടുത്തത് 4 ആവണം എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? 192ലേക്ക് ഡിവൈഡ് ബൈ 4 ചെയ്ത് നോക്കാം. 192 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 48 എന്നാണ് വരുന്നത്. 4 ചെയ്തപ്പോൾ 48 കിട്ടും. ഇനി 48നെ ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 16 കിട്ടണ്ടേ? 48 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 16 കിട്ടുന്നുണ്ട്. ഇനി 16ലേക്ക് എന്താണ്? ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 8 കിട്ടണ്ടേ? 8 കിട്ടുമല്ലോ. അപ്പൊ അതെന്നാണ് സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഇവിടെ എന്താ വരുന്നത്? 48 ആണ് വരുന്നത്. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ. ഇനി അടുത്തത് 21 വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആട്ടോ. ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ജസ്റ്റ് സീരീസ് നോക്കിയാൽ മതി. 1ലേക്ക് +1 ചെയ്തപ്പോൾ 2 കിട്ടി. 2ലേക്ക് +4 ചെയ്തപ്പോഴാണ് 6 കിട്ടിയത്. പിന്നെ അടുത്ത 6ലേക്ക് വീണ്ടും +1 ചെയ്തപ്പോൾ 7 കിട്ടി. 7ലേക്ക് വീണ്ടും +4 ചെയ്താലാണ് 21 കിട്ടുക. 21ലേക്ക് +1 ചെയ്തപ്പോഴാണ് 22 കിട്ടിയത്. 22ലേക്ക് അങ്ങനെയല്ല കേട്ടോ.
അങ്ങനെയല്ല ഇതിപ്പം +1ഉം +4ഉം ചെയ്തിട്ട് ഇവിടെ 22 പിന്നെ +4 ചെയ്യുമ്പോൾ 64 കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ അടുത്ത മെത്തേഡ് എന്താന്നുള്ള കാര്യം നോക്കാം. അടുത്ത മെത്തേഡ് എന്താണ്, 1ലേക്ക് +1 ചെയ്തപ്പോൾ 2 കിട്ടി. 2ലേക്ക് × 3 ചെയ്താൽ 6 കിട്ടും. അല്ല, × 3 ചെയ്യുമ്പോൾ 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6ലേക്ക് +1 ചെയ്തപ്പോൾ 7 കിട്ടി. 7ലേക്ക് × 3 ചെയ്യുമ്പോൾ 21 കിട്ടുന്നുണ്ടല്ലോ, 21. 21ലേക്ക് വീണ്ടും +1 ചെയ്തപ്പോൾ 22 കിട്ടി. 22ലേക്ക് × 3 ചെയ്യുമ്പോൾ 66 കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അടുത്ത എന്താക്കി 66ലേക്ക് +1 ആയിരിക്കും ചെയ്യേണ്ടത്. 66ലേക്ക് +1 ചെയ്യുമ്പോൾ 67 എന്ന് കിട്ടുന്നുണ്ട്. 67ലേക്ക് × 3 ചെയ്താൽ 67 × 3 എന്ന് പറയുന്നത് 201 കിട്ടുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി 67 ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ലിങ്ക് വെച്ച് പോകട്ടോ. ഓരോന്ന് എവിടെയെങ്കിലും ചെക്ക് ആകുമ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കാം. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ 48, 24, 96 -192 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ തമ്മിലെ ലിങ്ക് നോക്കാം. 48ഉം 2ഉം തമ്മിൽ എന്താ ലിങ്ക്? 24 മൈനസ് ചെയ്താൽ 24 എന്ന് കിട്ടുന്നുണ്ട്. ഇനി 24ലേക്ക് വീണ്ടും ആഡ് അല്ലേ ചെയ്യുന്നത്. 24ൽ അപ്പൊ 96 - 24 72 ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ലിങ്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ, അപ്പൊ ഡിഫറൻസ് അല്ല. ഇനി അടുത്ത നമുക്ക് 48 /2 ചെയ്താൽ 24 കിട്ടുന്നുണ്ടല്ലോ. /2 ചെയ്തപ്പോൾ 24 കിട്ടി. ഈ 24ലേക്ക് എന്ത് ചെയ്തപ്പോഴാണ് 96 കിട്ടുന്നത്? × 4 24 × 4 ചെയ്താൽ 96 കിട്ടുന്നുണ്ടല്ലോ. 96 കിട്ടുന്നത്. അടുത്ത എന്ത് ചെയ്യാൻ 96 /2 തന്നെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് /2 ചെയ്തു, പിന്നെ × 4 ചെയ്തു. അപ്പൊ അടുത്ത ഞാൻ വീണ്ടും /2 ചെയ്യാണ്. 96 /2 എന്ന് പറഞ്ഞാൽ 48 എന്ന് കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ 48 എന്ന് കൊടുത്തു. ഇനി 48 കിട്ടിയെന്നുണ്ടെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം? × 4 ചെയ്താൽ 194 കിട്ടണ്ടേ. ഞാൻ × 4 ചെയ്ത് നോക്കുകയാണ്. 192 എന്ന് കിട്ടുന്നുണ്ട്. × 4 ചെയ്തപ്പോൾ 192 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏതെന്നെ നമ്പർ വരുന്നത്? 48 ആണ് വരുന്നത്. അതിന്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ /2 × 4 /2 × 4 ആണ് വരുന്നത്. അത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ജസ്റ്റ് ആഡ് ചെയ്ത് അതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. 23 ആൻസർ കിട്ടും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി 24 നോക്കാം. 24ലും ഇതേപോലെ തന്നെ ലിങ്ക് ഒറ്റ നോട്ടത്തിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ഡിഫറൻസ് ഇത് കണ്ടിട്ട് തന്നെ നോക്കാം. 2ലേക്ക് +1 ചെയ്താൽ 3 കിട്ടും. ഇനി 3ലേക്ക് എന്ത് ചെയ്താലും 3 കിട്ടാം? × 1 ചെയ്താലല്ല. അപ്പൊ × 1 ചെയ്തു 3 കിട്ടി. പിന്നെ 3ലേക്ക് എന്ത് ചെയ്താലും 5 കിട്ടാം. +2 ചെയ്താലും. അപ്പൊ +2 എന്ന് എടുത്തു. 5ലേക്ക് പിന്നെ എന്ത് ചെയ്താലാണ് 10 കിട്ടാം? × 2 ചെയ്തപ്പോഴല്ല 10 കിട്ടി. അപ്പൊ × 2 എന്ന് എടുത്തു. ഇനി 10ലേക്ക് എന്ത് ചെയ്താലും 3 കിട്ടാം. +3 ചെയ്താലാണ് 13 കിട്ടാം. ഇനി 30ലേക്ക് എന്ത് ചെയ്താലാണ് 39 കിട്ടാം? × 3 ചെയ്താൽ 39 കിട്ടുന്നില്ല. ഉണ്ട്. അപ്പൊ അടുത്ത ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടി വരാ? ഫസ്റ്റ് ഞാൻ +1 ചെയ്തു, പിന്നെ × 1 ചെയ്തു, പിന്നെ +2 ചെയ്തു, പിന്നെ × 2 ചെയ്തു, പിന്നെ +3 ചെയ്തു, പിന്നെ × 3 ചെയ്തു. അപ്പൊ അടുത്ത എന്തായിരിക്കും? ഒബ്വിയസ്ലി വരുന്നുണ്ട് +4 അല്ലേ. അപ്പൊ അടുത്ത +4 ചെയ്യാണ്. 39 +4 എന്ന് പറയുന്നത് 43 അല്ലേ. 43 കിട്ടി. ഇനി 43 × 4 ചെയ്താൽ 172 കിട്ടുന്നുണ്ടോ നോക്കണ്ടേ. 43 × 4 എന്ന് പറഞ്ഞാൽ 172 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ എത്ര വരുന്നത്? 42 തന്നെ വരുന്നത്. ഈ 172ലേക്ക് +5 ചെയ്താൽ 177 കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതന്നെയാണ് സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വരെ 43 ആണ്, ഓപ്ഷൻ സി. ഇത് ജസ്റ്റ് ബേസിക് കോമൺ സെൻസ് മാത്രമാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മാത്സിന്റെ വലിയ പ്രോപ്പർട്ടീസോ ഇക്വേഷൻസോ ഡിഫറൻസിയേഷനോ ഇന്റഗ്രേഷനോ അതേപോലെ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സോ വൈ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ആ സീരീസ് നോക്കുക, ആൻസർ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് 8 ആണ്, പിന്നെ 28 ആണ്, പിന്നെ 116 തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഡിഫറൻസ് എടുത്തു നോക്കാം. അപ്പോൾ 20ന് പിന്നെ വലിയ ഡിഫറൻസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താണ്. 8ലേക്ക് എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ 28 കിട്ടും. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടൂലല്ലോ. 8ലേക്ക് 4 മൾട്ടിപ്ലൈ ചെയ്താൽ 8ലേക്ക് 3 മൾട്ടിപ്ലൈ ചെയ്താൽ 24. അതിന്റെ 24 വരെ കിട്ടും. 28 കിട്ടില്ലല്ലോ. ഇല്ല. ഇനി 28ലേക്ക് 4 മൾട്ടിപ്ലൈ ചെയ്താൽ 112 കിട്ടുന്നുണ്ട്. എന്ത് കിട്ടുന്നുണ്ട്? 112 കിട്ടുന്നുണ്ട്. അടുത്ത 116 116ലേക്ക് അപ്പോൾ 5 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 116ലേക്ക് ഞാൻ 5 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 518 കിട്ടുന്നുണ്ട്. ഈ 24ലേക്ക് 4 ആഡ് ചെയ്താൽ 28 എന്ന് കിട്ടുന്നില്ലേ? ഉണ്ട്. അടുത്ത 112ലേക്ക് 4 ആഡ് ചെയ്താൽ 116 കിട്ടുന്നില്ലേ? 150ലേക്ക് 4 ആഡ് ചെയ്താൽ 554 കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പൊ അടുത്ത എന്തായിരിക്കും ചെയ്യേണ്ടത്?
584 ഇവിടെ 3 4 5 വന്നു. അപ്പൊ അടുത്ത എന്തായിരിക്കും ഇൻറ്റു 6 ആയിരിക്കും ചെയ്യേണ്ടി വരാം. അപ്പൊ ഇൻറ്റു സിക്സ് ചെയ്തപ്പോൾ 3504 എന്ന് വന്നു. അതിലേക്ക് കൂടെ +4 കൂടി ചെയ്യണം. എല്ലാത്തിൻ്റെ കൂടെ +4 ചെയ്തില്ല. അപ്പൊ ഇതിന്റെ കൂടി +4 എന്ന് ചെയ്യാം. +4 എന്ന് ചെയ്യുമ്പോൾ 3508 എന്ന് വരും. 3508 ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഇങ്ങനെ ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷനും പ്ലസും വരേണ്ടി വരും. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് കാണാം. എന്തെങ്കിലും അതിനായിട്ട് എടുത്തു വരുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ നോക്കുക. ഇതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇതാണ് വേറൊരു മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, പ്ലസും ചെയ്ത് ആഡ് ചെയ്തിട്ട് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നോക്കി. അതിനുശേഷം നമ്മൾ അത് 2 സീരീസ് ആക്കിയിട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ള കാര്യം നോക്കി. 2 സീരീസ് ആക്കിയിട്ട് കണക്ട് ചെയ്യുന്നത് നോക്കി. അതിനുശേഷം നോക്കിയിട്ടുള്ളപ്പോൾ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും രണ്ടും കൂടി ഒപ്പം വന്നപ്പോഴതാണ് നോക്കിയിട്ടുള്ളത്. രണ്ടും കൂടി ഒപ്പം വന്നപ്പോഴും നമ്മൾ എങ്ങനെ തന്നെ നോക്കി 2 ഇൻക്രീസ് ആവുന്നുണ്ടായിരുന്നു. ഇതിൽ പക്ഷെ പ്ലസ് ചെയ്യുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. പ്ലസ് ചെയ്യുന്ന ഈ 4 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇതാണ് 4ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു മെത്തേഡിലാണ് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുള്ളത് കേട്ടോ. ഇനി 31ാമത്തെ ക്വസ്റ്റ്യന് ലെറ്റർ വെച്ചിട്ട് 31 മുതലാണ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 31 മുതലാണ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ A to Z വരെ ആദ്യം തന്നെ എഴുതി വെക്കുക. എന്നിട്ട് ചെയ്ത് നോക്കട്ടോ. M എന്ന് പറഞ്ഞാൽ ഇവിടെ N ആ വരുന്നത്. അപ്പൊ എമ്മിലേക്ക് തൊട്ടടുത്ത നമ്പർ അല്ലേ N എന്ന് പറയുന്നത്. എന്റെ തൊട്ടടുത്ത നമ്പർ അല്ലേ B എന്ന് പറയുന്നത്. ഡിന്റെ തൊട്ടടുത്ത നമ്പർ അല്ലേ E എന്ന് പറയുന്നത്. അപ്പൊ കണക്ഷൻ ഇപ്പം തന്നെ കിട്ടിയോ. തൊട്ടടുത്ത നമ്പർ എടുത്താൽ മതി. അപ്പൊ ഡൽഹി ആണെന്നുണ്ടെങ്കിൽ ഡി കഴിഞ്ഞിട്ട് അടുത്തത് എന്താ ചെയ്യേണ്ടത് വരാം. ഡി കഴിഞ്ഞാൽ ഏതാ വരാം, ഇ അല്ലേ വരാം. ഡി കഴിഞ്ഞാൽ ഇ വരും. ഇ കഴിഞ്ഞാൽ അടുത്ത എന്താ വരാം, എഫ് ആണ് വരാം. എൽ കഴിഞ്ഞാൽ എം, എച്ച് കഴിഞ്ഞാൽ ഐ കഴിഞ്ഞാൽ ജെ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് പറയുന്നത്. ഓക്കെ അല്ലേ? അത് കണക്ഷൻ നോക്കിയിട്ട് ആൻസർ ഇതാക്കട്ടോ. ഇത് രണ്ടും നമ്പേഴ്സ് തന്നെ ലെറ്റേഴ്സ് തന്നെ കൊടുത്തിട്ടുള്ളത്. 32ാമത്തെ ക്വസ്റ്റ്യന് ലെറ്ററും നമ്പറും കൂടി വരുന്നതാണ് കൊടുത്തിട്ടുള്ളത്. രാമന് 1 2 3 2 5 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദിനേശിൻ്റെതും കൊടുത്തിട്ടുണ്ട്. ഹമാമിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുത്താൽ അവിടെ ദിനേശിന് എച്ച് വന്നപ്പോൾ ഇവിടെ എത്ര വന്നിട്ടുള്ള 9 എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എച്ചിന് എന്ത് കൊടുക്കുക, 9 എന്ന് കൊടുക്കുക. ഇവിടെ രാമന് എ വന്ന സമയത്ത് 2 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ എക്ക് എന്ത് കൊടുക്കുക, 2 എന്ന് കൊടുക്കുക. ഇനി അടുത്തത് എം ആണ്. എം ഏതിലുള്ളത്, രാമലുണ്ട്. രാമലിൽ എം എന്ന് പറയുന്നത് 3ാമത്തതാണ്. അപ്പൊ 3ാമത്തെ വാല്യൂ 3 അല്ല വന്നിട്ടുള്ളത്. എമ്മിന് 3 എന്നല്ല കൊടുത്തിട്ടുള്ളത്. അപ്പൊ എമ്മിന് എന്ത് കൊടുക്കുക, 3 എന്ന് കൊടുക്കുക. എ എന്ന് പറഞ്ഞാൽ 2 ആന്ന് കിട്ടി, എം എന്ന് പറഞ്ഞാൽ 3 ആന്ന് കിട്ടി. അപ്പൊ 92323 ഓപ്ഷൻ ഡി. 92 ഓപ്ഷൻ ഡി അല്ല, 9232D ഓപ്ഷൻ എ കേട്ടോ. 92323. അതിൽ മുന്നേ കൊടുത്തുള്ള അതിന്റെ റെഫറൻസിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ കണക്ഷൻ നോക്കാം. ഇനി 33ാമത്തെ ഒരു പ്രത്യേക തരം ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഡ് എന്ന് പറഞ്ഞാല് 6720 ആണെന്നാ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് എന്താ നോക്കേണ്ടത്, ആറിന്റെ വാല്യൂ എത്ര നോക്കാം. നമുക്ക് ABCD ലെറ്ററിൽ 6 എത്രാമത് വരുന്നത് നോക്കാം. 6 18th ആണ് വരുന്നത്. 6 എത്രാമത് വരുന്നത്, 18th നമ്പർ ആയിട്ടാണ് വരുന്നത്. E എന്ന് പറയുന്നത് എത്രാമത് വരുന്നത്, 5ാമതല്ല വരുന്നത്. E എന്ന് പറയുന്നത് ABCDE 5ാമത്തെ ലെറ്റർ അല്ലേ E എന്ന് പറയുന്നത്. D എന്ന് പറയുന്നത് 4ാമത്തെ ലെറ്റർ അല്ല. ജസ്റ്റ് അതിന്റെ ഓർഡറിൽ എഴുതിയെന്നുള്ളൂ, അതിന്റെ നമ്പർ വൈസ് എഴുതിയെന്നുള്ളൂ കേട്ടോ. ഡി എന്ന് പറയുന്നത് 4ലാണ്. ഇ എന്ന് പറഞ്ഞാൽ 5ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. 6 എന്ന് പറയുന്നത് 18ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കണക്ഷൻ ആണ് നോക്കേണ്ടത്. ഈ 18 5ഉം 4ഉം തമ്മിൽ ഇതിലേക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇതിലേക്ക് ഒരു കണക്ഷനും തോന്നുന്നില്ലല്ലോ. എന്നാ കണക്ഷൻ ഉണ്ട് കേട്ടോ. ഈ 18ലേക്ക് 2 ആഡ് ചെയ്താല് 20 എന്ന് കിട്ടൂലേ. 5ലേക്ക് 2 ആഡ് ചെയ്താൽ 7 എന്ന് കിട്ടൂല. ഈ 4ലേക്ക് 2 ആഡ് ചെയ്താൽ 6 എന്ന് കിട്ടൂല. ഇതിന്റെ നേരെ ഇൻവേഴ്സ് അല്ല ഇതെന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഇൻവേഴ്സ് എടുത്താൽ 6 7 20. അതല്ല ഇവര് ക്വസ്റ്റ്യനിൽ റെഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ റെഡിന്റെ കണക്ഷൻ കിട്ടുന്നത്. പല രീതിയിൽ അവർ ചോദിക്കും, എല്ലാ രീതിയിലും ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഈ രീതി റെഡിന്റെ രീതി കിട്ടിയില്ലേ, 6720. നമ്മളോട് ചോദിച്ചുള്ളത് ഗ്രീൻ്റെതാണ് ചോദിച്ചുള്ളത്. അപ്പൊ ഗ്രീൻ്റെതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യാ, ഗ്രീൻ്റെ ആദ്യം എന്ത് ചെയ്യാ, ഇൻവേഴ്സിൽ എഴുതാം.
ഓക്കെ, ഇത് ഇൻവേഴ്സിൽ എഴുതുക. n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ നമ്പറാണ് വരുന്നത് നോക്കുക. എന്നിട്ട് എന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിന്റെ വാല്യൂ എത്ര വരുന്നത്? എന്നിന്റെ വാല്യൂ 14 ആണ് വരുന്നത്. എന്നിന്റെ വാല്യൂ 14 ആണ് വരുന്നത്. അത് അതേപോലെ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ബൈ ഹാർട്ട് പഠിക്കുന്ന കേട്ടൊന്നല്ല, അതാകുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. n എന്ന് പറഞ്ഞാൽ 14 ആണ് വരുന്നത്. ഇന്റെ വാല്യൂ 5 ആണ് വരുന്നത്. 5 എന്ന് കൊടുക്കുക. ഇന്റെ വാല്യൂ 5 എന്ന് കൊടുക്കുക. ആറിന്റെ വാല്യൂ 18 ആണ് വരുന്നത്. 18 എന്ന് കൊടുക്കുക. ഇനി അടുത്ത ജിന്റെ വാല്യൂ ABCDEFG. ജിന്റെ വാല്യൂ എ ആമത് തന്നെ. ഒന്നുകിൽ ഇങ്ങനെ എണ്ണി വെച്ചിട്ട് എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് എഴുതണമെങ്കിൽ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ചിട്ട് എഴുതണമെങ്കിൽ എഴുതാം. ഓക്കെ അല്ലേ. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവർ എന്താ ചെയ്തിട്ടുള്ളത്? ഇതിലൊക്കെ 2 ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്കൊക്കെ 2 ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. +2. 14ലേക്ക് 2 ആഡ് ചെയ്താൽ എന്താ കിട്ടാം? 16 കിട്ടൂല. 16 കിട്ടും. 5ലേക്ക് 2 ആഡ് ചെയ്താൽ 7. 8ലേക്ക് 2 ആഡ് ചെയ്താൽ 20. 7ലേക്ക് 2 ആഡ് ചെയ്താൽ 9 എന്ന് കിട്ടും. 16 7 7 2 0 9 C. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി 34ാം ദിവസത്തിന് എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഫാറ്റ് എന്ന് പറഞ്ഞാൽ 27 ആണ്. അങ്ങനെയാണെങ്കിൽ ഫെയ്ത്തിന്റെ എന്തായിരിക്കും വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫെയ്ത്ത് എന്തായിരിക്കും വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ. A1ഉം എഫ് എന്ന് പറഞ്ഞാൽ എത്രാം എഫ് എ എന്ന് പറയുന്നത് 1 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ 27 ആണ്. അപ്പൊ എഫിന്റെയും ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ 27 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫെയ്റ്റ്. ഓക്കെ അല്ലെ. അതിൽ എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. 6 പ്ലസ് എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ടീന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. 1 + 20. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴല്ലേ 27 എന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴല്ലേ 27 കിട്ടില്ല. ഇപ്പൊ ഒരു കണക്ഷൻ കിട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ ഫെയ്ത്തിന്റെ ഫെയ്ത്തിന്റെ ആഡ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ഫെയ്ത്തിന്റെ എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫെയ്ത്ത് എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ പോരെ. ഏതൊക്കെയാണ്? എഫ് എന്ന് പറഞ്ഞാൽ 6 ആണ്. എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഐ എന്ന് പറഞ്ഞാൽ ABCDEFGHI. ഐ എന്ന് പറഞ്ഞാൽ 9 ആണ് വരുന്നത്. അപ്പൊ 9 എന്ന് കൊടുക്കുക. ടി എന്ന് പറയുന്നത് 20 ആണ് വരുന്നത്. 20 എന്ന് കൊടുക്കുക. എച്ച് എന്ന് പറയുന്നത് ABCDEFGH. ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം കേട്ടോ. എച്ച് എന്ന് പറയുന്നത് 8ാമതാണ് വരുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലെ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 20 + 9 + 1 + 6 + 8 44 എന്ന് കിട്ടും. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ അല്ലെ. വളരെ സിമ്പിൾ തന്നെ കേട്ടോ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വരുന്നത്. കണക്ട് ചെയ്തിട്ട് എഴുതാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കണക്ട് ചെയ്ത് എഴുതാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് താഴത്ത് കൊടുത്തിട്ടുള്ളത്. 33ാമത്തെ ദിവസത്തിന് ബ്രദറിന്റെതും സിസ്റ്ററിന്റെയും കൂടെ വന്നിട്ടുണ്ട്. ഇതിനായിട്ട് ബാർബറിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചത്. ബാർബറിന്റെ എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബി കൊടുത്തിട്ടുണ്ട്. B2 ആണെന്ന് പറയുന്നുണ്ട്. ബിക്ക് 2 കൊടുത്താൽ മതി. O കൊടുത്തിട്ടുണ്ട്. O 5 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്ക് 5 എന്ന് കൊടുക്കുക. എന്താണോ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും കണക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എടുത്തിട്ട് എഴുതിയാൽ മതിയെ. ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ബിന്റെയും ആറിന്റെയും ഓന്റെ വാല്യൂ ഡയറക്റ്റ്. ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. ആർ എന്ന് പറഞ്ഞാൽ O എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 2 5 വന്നു. ഇനി അടുത്തത് ആറാണ്. ആർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 2 5 4 എന്ന് വന്നു. അപ്പൊ ഇതും അല്ല എന്നുള്ളത് കൺഫേം ആയി. ഇതും അല്ല എന്നുള്ളത് കൺഫേം ആയി. ഇനി അടുത്തത് ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ വീണ്ടും 2 തന്നെയല്ല വരുന്നത്. വീണ്ടും 2 തന്നെ വരുന്നത്. പിന്നെ അടുത്തത് ഇ ആണ്. ഇന്റെ വാല്യൂ നോക്കുക. ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. അടുത്തത് 8. ഇതുവരെ ഓക്കെ. ഇനി അടുത്തത് ആറും എസുമാണ്. 6 എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ 6 എന്ന് പറഞ്ഞാൽ 4 ആ വരുന്നത്. അപ്പൊ അടുത്ത എന്താ വരുന്നത്? 4 ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി അല്ല. ഇനി എസിന്റെയും കൂടെ നോക്കുക. S 9 വരുന്നത്. S 9 ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ. അങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതിയിട്ട്. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് 36, 37, 38 ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. 39, 40 അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് വാല്യൂ എടുത്തിട്ട് കൊടുത്താൽ മതി. കണക്ഷനും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 47ാമത്തെ ക്വസ്റ്റ്യൻ. 47ാമത്തെ ക്വസ്റ്റ്യൻ വേറെ പറയുന്നത്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 47ാമത്തെ ക്വസ്റ്റ്യൻ. 47ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് ഡൽഹി ഈസ് കോഡഡ് ആസ് CCIDD, ഹൗ വുഡ് യു എൻകോഡ് ബോംബെ? ഡൽഹി എന്ന് പറഞ്ഞിട്ടുള്ളത്, ഡൽഹി എന്ന് പറഞ്ഞതിന്റെ കോഡ് എന്ന് പറയുന്നത് CCIDD ആണ്. അങ്ങനെയാണെങ്കിൽ ബോംബെ എന്താ വരുന്നത്? ഇതിൽ കണക്ഷൻ വരുന്നില്ലല്ലോ. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ സി ആ വരുന്നത്. അപ്പൊ ബോംബെയിൽ ഡി വരുന്നില്ല, ബോംബെന്റെ ബി എന്ന് പറയുന്നത് ഡൽഹിയിൽ വരുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ റിലേഷൻ നോക്കുക തന്നെ വേണം. ഓക്കെ അല്ലേ? റിലേഷൻ നോക്കാൻ വേണം. ഞാൻ ഇതിന്റെ നമ്പറിന്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഡൽഹി ആണ് വരുന്നത് അല്ലെ? ഡൽഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡൽഹി എന്ന് പറഞ്ഞാൽ CCIDD ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡി എന്ന് പറയുന്നത് സി ആണ് വരുന്നത്. അടുത്ത് ഇ അല്ലേ? ഇക്കും എന്താ വന്നിട്ടുള്ളത്? സി ആണോ വന്നിട്ടുള്ളത്. അടുത്ത് എൽ അല്ലേ? എല്ലിന് എന്താ വന്നിട്ടുള്ളത്? എച്ച് ആ വന്നിട്ടുള്ളത് അല്ല. അടുത്ത ഐക്ക് എന്താ വന്നിട്ടുള്ളത്? ഡി ആണ് വന്നിട്ടുള്ളത്. ഇത് തമ്മിൽ എന്താ റിലേഷൻ? ഡിക്ക് തൊട്ട് മുന്നത്തെ നമ്പർ ആണ് വന്നിട്ടുള്ളത് അല്ലെ? ഡിക്ക് എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് മുന്നത്തെ നമ്പറാണ് കോഡായിട്ട് കൊടുത്തിട്ടുള്ളത്. ഡിക്ക് തൊട്ട് മുന്നത്തെ കോഡാണ് കൊടുത്തിട്ടുള്ളത്. ഇക്ക് അതിന്റെ 2 എണ്ണം ബാക്കിലേക്കുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? ഇക്ക് അതിന്റെ 2 എണ്ണം ബാക്കിലേക്കുള്ള കൊടുത്തിട്ടുള്ളത്. എല്ലിന് 1 2 3 4 3 1 2 3. എല്ലിന് 1 2 3 3 ബാക്കിലേക്കുള്ള കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലിന് എന്താ കൊടുത്തിട്ടുള്ളത്? എല്ലിന് എച്ച് അല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത്. എല്ലിന് എന്താ കൊടുത്തിട്ടുള്ളത്? ഐ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലെ? 3 ബാക്കിലേക്കുള്ള കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത എച്ചിന് എന്താ കൊടുത്തിട്ടുള്ളത്? എച്ചിന് കൊടുത്തിട്ടുള്ളത് ഡി ആണ്. എച്ചിന് എത്ര എണ്ണം ബാക്കിലേക്കുള്ള കൊടുത്തിട്ടുള്ളത്? 1 2 3 4 4 ബാക്കിലേക്കുള്ള കൊടുത്തിട്ടുള്ളത്. ഇനി ഐക്ക് 5 എണ്ണം ബാക്കിലേക്കുള്ള കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓരോന്നിനും കൊടുത്തിട്ടുള്ള ഇപ്പൊ റിലേഷൻ മനസ്സിലായില്ല. ഓരോന്നിനും അതിന്റെ തൊട്ട് മുന്നത്തെ നമ്പർ, പിന്നെ 2 എണ്ണം ബാക്കിലേക്കുള്ള, പിന്നെ 3 എണ്ണം ബാക്കിലേക്കുള്ള, പിന്നെ 4 എണ്ണം ബാക്കിലേക്ക്. ഇതാണ് അതിന്റെ റിലേഷൻ വരുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബോംബെന്റെതാണ്. നമ്മളോട് ബോംബെന്റെ അല്ലേ ചോദിച്ചിട്ടുള്ളത്? യെസ്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബോംബെന്റത്. അങ്ങനെയാണെങ്കിൽ ബോംബെന്റത് എന്തായിരിക്കും കോഡ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബോംബെ. അങ്ങനെയാണെങ്കിൽ ബോംബെന്റെ എന്തായിരിക്കും കോഡ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ബോംബെന്റെ കോഡ് എന്ന് പറഞ്ഞാൽ ബീന്റെ തൊട്ട് മുന്നത്തെ നമ്പർ എടുക്കുക. ഈ ബീന്റെ തൊട്ട് മുന്നത്തെ ലെറ്റർ എന്ന് പറയുന്നത് എ ആണ്. എ എന്ന് കൊടുത്തു. ഓന്റെ 2 എണ്ണം ബാക്കിലേക്ക് വരാം. ഓന്റെ 2 എണ്ണം ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ എം ആണ് വരാം അല്ലെ? ഇനി എമ്മിന്റെ 3 എണ്ണം ബാക്കിലേക്ക് വരണം. എമ്മിന്റെ 3 എണ്ണം ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ എൽ എന്ന് വരും അല്ലെ? ജെ എന്ന് വരും. എമ്മിന്റെ 3 എണ്ണം ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ ജെ എന്ന് വരും. അപ്പൊ എമ്മിന് 3 എണ്ണം ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ ജെ എന്ന് വരും. ബിക്ക് അപ്പം തന്നെ വരണം 4 എണ്ണം ബാക്കിലേക്ക് വരണം. ബിക്ക് 4 എണ്ണം ബാക്കിലേക്ക് വരണം അല്ലെ? 1 2 3 4 4 ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ എക്സ് അല്ലേ വരുന്നത്? 4 ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ എക്സ് ആണ് വരുന്നത്. ഓക്കെ അല്ലെ? ഇനി എക്ക് 5 എണ്ണം ബാക്കിലേക്ക് വരണം. 5 എണ്ണം ബാക്കിലേക്ക് വരാന്ന് പറയുമ്പോൾ 1 2 3 4 5 ഡബ്ല്യു അല്ലേ വരുന്നത്? 5 എണ്ണം ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ ഡബ്ല്യു എന്ന് പറയും. വൈക്ക് 6 എണ്ണം ബാക്കിലേക്ക് വരണം. വൈക്ക് 6 എണ്ണം എന്ന് പറയുമ്പോൾ ഇതാണ് വൈ വരുന്നത്. 1 2 3 4 5 6 6 എണ്ണം എന്ന് പറയുമ്പോൾ എസ് ആണ് വരുന്നത്. AMJ XV S ആട്ടോ വന്നിട്ടുള്ള. AMJ XVS ഓപ്ഷൻ ബി. ഓക്കെ അല്ലെ? ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബോംബെയിൽ 2 ബി വരുന്നുണ്ട് അല്ലെ? 2 ബി വരുന്നുണ്ട്. അപ്പൊ ഈ 2 ബിക്കും ഒരേ കോഡല്ലേ വരണ്ടേന്നുള്ളൊരു അസംഷൻ ഒക്കെ ചിലർ എടുത്തിട്ട് അങ്ങനെ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കാനൊക്കെ നോക്കും. ഇവിടെ എയും ടിയും എയും എക്സും എമ്മും ബിയും എമ്മും സെഡും സെയിം അല്ലല്ലോ വരുന്നത്. അപ്പൊ അതിൽ അങ്ങനെ അല്ല, ഡയറക്റ്റ് ഒരു നമ്പറിന് ഇന്ന നമ്പർ എന്നുള്ള രീതിയിലല്ല കോഡ് പോകുന്നത്. ഇതിൽ ലെറ്റർ വൈസ് 1 ബാക്കിലേക്ക്, 2 എണ്ണം ബാക്കിലേക്ക്, 3 എണ്ണം ബാക്കിലേക്ക്. ഇതാണ് അതിന്റെ പാറ്റേൺ എന്നുള്ളത് നോക്കി മനസ്സിലാക്കുക. ഓരോന്നിനും ആരോ കൊടുക്കുക. ആരോ കൊടുത്തിട്ട് എത്രാമത്തതാണ് ബാക്കോട്ട് വരുന്നത് നോക്കുക. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള കോഡിംഗ് നമ്മൾ പഠിച്ചുള്ള നമ്പർ കോഡിംഗ് പഠിച്ചു. നമ്പറിൽ ഡാഷ് കൊടുത്തിട്ട് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് നോക്കാം, മൈനസ് ചെയ്ത് നോക്കാം, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, ഡിവിഷൻ ചെയ്ത് നോക്കാം, കിട്ടുന്നുണ്ടോ നോക്കാം. ഇനി ഇതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വഴി ആഡും മൈനസും കൂടി, മൾട്ടിപ്ലിക്കേഷനും ആഡും കൂടി വരുന്ന നോക്കിയിട്ടുണ്ടായിരുന്നു. അത് മൾട്ടിപ്ലിക്കേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ആവും, അഡീഷന് കോൺസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ആവുന്ന നോക്കിയിട്ടുണ്ട്. ഇനി അഡീഷന് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, ഇൻക്രീസ് ആവാണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് അഡീഷൻ വരും, മൾട്ടിപ്ലിക്കേഷൻ മാത്രം ഇൻക്രീസ് ആവുന്ന കേസ് നോക്കി. പിന്നെ ലെറ്ററിലേക്ക് നോക്കുന്ന സമയത്ത് ലെറ്റർ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
ലെറ്റർ ഇതുവരെ നോക്കിയിട്ടുള്ളത് ഇപ്പം ഓൾറെഡി കൊടുത്തിട്ടുള്ളതിന്റെ കോഡിങ് വെച്ചിട്ട് മറ്റേന്റെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. ഓൾറെഡി കൊടുത്തിട്ടുള്ളതിന്റെ ഇപ്പൊ മദ്രാസിൻ്റെത് ഇതാണ് വരുന്നത്, എമ്മും എയും ഡിയും ഇതാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൽഹിന്റെ എന്തായിരിക്കും വരിക, ഇ ഇതായിരിക്കും വരാം, എൽ എന്തായിരിക്കും വരാം, എച്ച് എന്തായിരിക്കും വരാം എന്നുള്ള ഒരു കണക്ഷൻ നോക്കി. പിന്നെ നമ്പർ കൊടുത്ത് നോക്കി, ഓരോന്നിനും ഓരോ നമ്പേഴ്സ് കൊടുത്ത് നോക്കി. പിന്നെ ഓരോ നമ്പേഴ്സിന്റെ സം എടുത്തിട്ട് നോക്കി, നമ്പേഴ്സ് കൊടുത്ത്. പിന്നെ ലെറ്ററിന് എങ്ങനെയൊക്കെ നോക്കി കൊടുത്തിട്ടുള്ള ഇപ്പൊ നെയിം ആണെന്നുണ്ടെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ 4 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ എൻ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും വരിക. എ എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും വരിക. ഇ എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. പി എന്ന് പറഞ്ഞാൽ 8 ആണ് വരിക. എം എന്ന് പറഞ്ഞാൽ 5 ആണ് വരിക. അങ്ങനെയാണ് 5 8 2 4 ആണ് വരിക. ഓക്കെ അല്ല, ഒന്നുകിൽ ഈ ഒരു കണക്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതല്ല എന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതല്ല എന്നാണെങ്കിൽ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോന്നിനും പൊസിഷൻ വെച്ചിട്ട് നമ്മൾ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എമ്മിന്റെ പൊസിഷൻ ഇത്രയാണ്, അപ്പൊ ഇതിന്റെ നമ്പർ ഇതായിരിക്കും വരാൻ എന്നിട്ട് കോഡ് ചെയ്യാം. പിന്നെ അതിന്റെ സമ്മ് ചെയ്യുന്നതാണ് പിന്നെ പഠിച്ചിട്ടുള്ളത്. സമ്മ് ചെയ്യുന്നത്, ഇത് ആഡ് ചെയ്തിട്ട് എത്രയാണ് വരുന്നത് അത് അങ്ങനെ കോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇതിന്റെ ഡയറക്ഷൻ -1 -2 ഡയറക്ഷൻ നോക്കിയിട്ടാണ് ഇപ്പൊ കോഡ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ, ഏതൊക്കെ രീതിയിൽ ചോദിക്കുക എന്നുള്ളത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് 51ാമത്തെ ക്വസ്റ്റ്യൻ. 51ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ എ സർട്ടൈൻ കോഡ് 256 മീൻസ് യു ആർ ഗുഡ്. യു ആർ ഗുഡ്. 637 മീൻസ് വി ആർ ഗുഡ്. 358 മീൻസ് ഗുഡ് ആൻഡ് ബാഡ്. ഇതിൻ്റെ ഇതിൽ അങ്ങനെ ആണെങ്കിൽ ആൻഡിൻ്റെ എന്താണ് വരിക, ആൻഡിന്റെ നമ്പർ എന്താണ് വരാന്ന് ചോദിച്ചില്ല. ആൻഡ് വരുന്നത് ഏതിലാണ്, ഇതിലല്ല ആൻഡ് വരുന്നത്. അപ്പൊ 3ഓ 5ഓ 8ഓ ആയിരിക്കും വരാം. എന്തായാലും 2 അല്ല എന്നുള്ളത് കൺഫേം ആയി. 3ഓ 5ഓ 8ഓ ആണ് വരും. ഇതിൽ ഏതാണ് വരാന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് വേറെ 2 ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ടിൽ നോക്കുന്ന സമയത്ത് എന്ത് കോമൺ ആണ്, 6 കോമൺ അല്ലേ? ഈ രണ്ടെണ്ണത്തിലും 6 കോമൺ അല്ലേ? അതെ. ഈ 6 എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം, ഞാൻ വേറെ പേജ് എടുത്തിട്ട് ചെയ്തട്ടോ. ഫസ്റ്റ് പറയുന്നത് 256, രണ്ടാമത്തെ പറയുന്നത് 637, മൂന്നാമത്തെ പറയുന്നത് 358. ഫസ്റ്റത്തെ സെന്റൻസ് വരുന്നത് യു ആർ ഗുഡ്. യു ആർ ഗുഡ്. അടുത്ത പറയുന്നത് വി ആർ ബാഡ്. വി ആർ ബാഡ്. മൂന്നാമത്തെ പറയുന്നത് ഗുഡ് ആൻഡ് ബാഡ്. അല്ല, ഗുഡ് ആൻഡ് ബാഡ്. അതിൽ ആൻഡിന്റെ നമ്പർ എന്താണ് വരാന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇതിൽ രണ്ടിലും 6 കോമൺ അല്ലേ? ഈ രണ്ടെണ്ണത്തിൽ 6 കോമൺ. ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 6 അല്ലേ? ഓക്കെ, അപ്പൊ 6 എന്ന് പറയുന്നത് 6 ആണെന്ന് കിട്ടിയല്ലോ. 6 എന്ന് പറയുന്നത് 6 ആണെന്ന് കിട്ടിയില്ലേ? 6 എന്ന് പറയുന്നത് ഈ 6 ആണ് കേട്ടോ. 6 എന്ന് പറയുന്നത് 6 ആണെന്ന് കിട്ടിയല്ലോ. 6 എന്ന് പറയുന്നത് 6 ആണെന്ന് കിട്ടി. ഇനി ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? ഇതിൽ ഗുഡ് വരുന്നുണ്ട്, ഇതിലും ഗുഡ് വരുന്നുണ്ട്. കോമൺ അല്ലേ? ഇതിലും ഗുഡ് വരുന്നുണ്ട്, ഇതിലും ഗുഡ് വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഏതാ? 5 അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 എന്ന് പറയുന്നത് ഗുഡ് എന്ന് പറഞ്ഞാൽ 5 ആണ് വരാം. ഓക്കെ അല്ലെ. ഇനി ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ബാഡ് അല്ലേ? ബാഡ് കോമൺ അല്ലേ? ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 3 അല്ലേ? അപ്പൊ 3 പോയി. അപ്പൊ 3 എന്ന് പറയുന്നത് ബാഡ് എന്ന് പറഞ്ഞാൽ 3 ആണ് വരാം. ഓക്കെ അല്ലെ. ഇതിലിപ്പോ ഈ 3ഉം 5ഉം പോയാലോ, പിന്നെ ബാക്കി ഏത് നമ്പറാ ബാക്കിയുള്ളത്? 8 അല്ല ബാക്കിയുള്ള. 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ആൻഡ് അല്ലേ വരുന്നുണ്ടാവുക. അപ്പൊ ആൻഡ് എന്ന് പറഞ്ഞാൽ 8. ഓക്കെ അല്ലെ. ഇതാണ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ഓരോന്നിനും കണക്ട് ചെയ്തിട്ട് കോമൺ ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഗുഡ് ആയിരിക്കും, കോമൺ ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ബാഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആൻഡിന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലെ. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് 59ാമത്തെ ക്വസ്റ്റ്യൻ. 59ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 835 734 642 750. ഇതാണ് കൊടുത്തിട്ടുള്ള അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? കോമ ഡാഷ് ആണെന്നുണ്ടെങ്കിലാണ് അടുത്ത ടേം ചോദിച്ചിട്ടുണ്ടാവുക. ഇതിൽ കോമ ഡാഷ് എന്ന് പറയുന്നുള്ളത്, ഈ കോമ ഡാഷ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഓഡ് 1 ആണ് ചോദിച്ചിട്ടുള്ളത്. കോമ അറ്റ്ലീസ്റ്റ് ഒരു കോമെങ്കിലും വരണം. ഈ കോമ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഓഡ് 1 ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ എന്താണ്? ഓഡ് 1 ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഫൈൻഡ് ഓഡ് മാൻ ഔട്ട് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുന്നത് 52 മുതൽ 61 വരെയുള്ളതിന്റെ ഓഡ് 1 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ്? ഓഡ് 1 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 59ാമത്തെ ക്വസ്റ്റ്യൻ
59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തുടങ്ങുക, ചെറിയൊരു ക്വസ്റ്റ്യൻ തുടങ്ങുക. 52ാമത്തെ ക്വസ്റ്റ്യനിൽ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓഡ് വണ്ണ് കാൽക്കുലേറ്റ് ചെയ്യാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നോക്കുന്ന സമയത്ത് 19, 17, 7, 5, 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രൈം നമ്പേഴ്സ് അല്ല. പ്രൈം നമ്പേഴ്സ് അല്ല. ഈ 15 മാത്രമല്ല പ്രൈം നമ്പർ അല്ലാത്തത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ. ഈ ഓഡ് നമ്പർ അല്ല നോക്കുന്നത്. എന്താ നോക്കുന്നത്? പ്രൈം നമ്പർ ആണ് നോക്കുന്നത്. പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളും വരാത്ത നമ്പറിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളും വരാത്ത നമ്പറിനാണ് പ്രൈം നമ്പർ. 3 വരും, 2 വരും, 3 വരും, 5 വരും. 1ന്റെയും ആ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലാണ്ട് വേറൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരാത്തതിനാണ് പ്രൈം നമ്പർ. 5 വരും, 7 വരും, 11 വരും, 13 വരും, 17 വരും, 19 വരും അല്ലെ? ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. അതിൽ 15 വരുന്നില്ലല്ലോ. 15 പ്രൈം നമ്പർ അല്ലല്ലോ. ദാറ്റ് മീൻസ് 15 ആണ് ഓഡ് വൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓഡ് വണ്ണിനെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലെ? ഇനിയിപ്പോ ഈ 59ാമത്തെ ദിവസം അല്ലെങ്കിൽ ഓഡ് നമ്പർ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ള ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ നോക്കിയിട്ട് ആ പാറ്റേണിൽ വരാത്ത നമ്പർ ഏതാണ്, പാറ്റേണിൽ വരാത്ത നമ്പർ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ ഈ 60ാമത്തെ ദിവസം നോക്കുമ്പോൾ 4ലേക്ക് 1 ആഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 5ലേക്ക് 2 ആഡ് ചെയ്താൽ 7 എന്ന് കിട്ടും. കുറച്ചുകൂടി സൂം ചെയ്യുന്നുണ്ട്. 7ലേക്ക് 3 ആഡ് ചെയ്താൽ 10 എന്ന് കിട്ടും. 10ലേക്ക് 4 ആഡ് ചെയ്താൽ 15 എന്ന് കിട്ടും. ഈ 14ലേക്ക് അടുത്തത് എത്ര ആഡ് ചെയ്യേണ്ടത്? 5 അല്ല ആഡ് ചെയ്യേണ്ടത്. ഇവിടെ എത്ര തന്നെ ആഡ് ചെയ്തിട്ടുള്ള 4 ആഡ് ചെയ്തപ്പോഴല്ലേ 18 കിട്ടുന്നത്. ഇവിടെ ശരിക്കും എത്ര ആയിരുന്നു? 19 അല്ല വരേണ്ടിയിരുന്നത്. അല്ല, ഇവിടെ ശരിക്കും 19 അല്ല വരേണ്ടിയിരുന്നത്. 19ലേക്ക് 6 ആഡ് ചെയ്താൽ 26 എന്ന് കിട്ടും. 26ലേക്ക് 7 ആഡ് ചെയ്താൽ 32 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 18 എന്ന് പറയുന്നതല്ലേ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി. ഇതങ്ങനെയാണ് ഓഡ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് ഒരു സ്പെഷ്യൽ ആയിട്ട് വരുന്നത് 59th ക്വസ്റ്റ്യൻ ആണ്. 59th ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നമുക്ക് ആഡും ലെസ്സും ചെയ്യുന്ന സമയത്തും ഇതിന്റെ ഡിഫറൻസ് എടുത്താലൊന്നും എന്ത് വരില്ല. ഇതിന്റെ എന്താണ് ഇതിന്റെ പാറ്റേൺ എന്നുള്ളത് മനസ്സിലാവില്ല. ഫസ്റ്റ് 800 700ലേക്ക് വന്നു, പിന്നെ 600ലേക്ക് വന്നു, വീണ്ടും 700ലേക്ക് പോയി, പിന്നെ 800ലേക്ക് പോയി, പിന്നെ 900 500. ഇത് എത്ര മൈനസ് ചെയ്താലും ആഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവിഷൻ ചെയ്താലും ഇതിന്റെ കണക്ഷൻ നമുക്ക് കിട്ടൂല. എത്ര കണക്ട് ചെയ്താലും നമുക്ക് എന്തായാലും ഇതിന്റെ കണക്ഷൻ കിട്ടൂല. ബിക്കോസ് ഇതിന്റെ ഇത് എന്താണ് 3 നമ്പർ അല്ല, 3 സംഖ്യ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കണക്ഷൻ അങ്ങോട്ടും കൂടി ഇതിന്റെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേമും തമ്മിലുള്ള കണക്ഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ 5ഉം 8ഉം തമ്മിൽ എന്താ, 5ഉം 3ഉം തമ്മിൽ എന്താ കണക്ഷൻ? 5ന്ന് 3 മൈനസ് ചെയ്താൽ 8ന്ന് 3 മൈനസ് ചെയ്താൽ 5 എന്ന് കിട്ടല്ലോ. അല്ലെങ്കിൽ 5ന്റെയും 8ന്റെയും ഡിഫറൻസ് അല്ലേ ഈ സെന്ററിലുള്ള 3 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ 3ഉം 5ഉം ആഡ് ചെയ്താൽ 8 എന്ന് കിട്ടുന്നില്ലേ? ഓക്കെ അല്ലെ? ഇതിൽ ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കും. അപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ഈ 3ഉം 5ഉം ആഡ് ചെയ്താൽ 8 എന്ന് കിട്ടല്ലോ. ഈ 3ഉം 4ഉം ആഡ് ചെയ്താൽ 7 എന്ന് കിട്ടുന്നുണ്ടല്ലോ. 4ഉം 2 ആഡ് ചെയ്താൽ 6 എന്ന് കിട്ടുന്നുണ്ടല്ലോ. ഈ 5ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ 6 എന്നല്ല വരെ 7 എന്നല്ലല്ലോ. ദാറ്റ് മീൻസ് ഇതാണ് ഓഡ് വൺ എന്ന് പറയുന്നത്. ഇനി 5ഉം 3ഉം ആഡ് ചെയ്താൽ 8 എന്ന് കിട്ടുന്നുണ്ടല്ലോ. 81ഉം 8ഉം 1ഉം ആഡ് ചെയ്താൽ 9 എന്ന് കിട്ടുന്നുണ്ടല്ലോ. 3ഉം 2 ആഡ് ചെയ്താൽ 5 എന്ന് കിട്ടുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് ഓഡ് വൺ എന്ന് പറയുന്നത് 751 ആണ് ഓഡ് വൺ എന്ന് പറയുന്നത്. അവർ ചോദിക്കാവുന്നതിന്റെ ഒരു എക്സ്ട്രീം മനസ്സിലായില്ല. അവരെന്തെങ്കിലും ചിലപ്പോൾ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ചോദിക്കും. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ ചോദിക്കും. അതല്ല എന്നാണെന്നുണ്ടെങ്കിൽ വേറെ ചോദിക്കുന്ന മെത്തേഡ് ലെറ്റർ കൊടുത്തിട്ട് ചോദിക്കും. ലെറ്ററിന്റെ പാറ്റേൺ ചോദിക്കും. അല്ലെങ്കിൽ ഒരു ലെറ്റർ എന്റെ കണക്ഷൻ ചോദിക്കും. നെയിമും മീനും തരും. നെയിമിന്റെ കോഡ് എന്നിട്ട് മീനിന്റെ കോഡ് ചോദിക്കും. അതിനെ ഡീകോഡിംഗ് എന്നാണ് പറയാം. പിന്നെ ലെറ്റർ വന്നിട്ട് ചോദിക്കുന്ന വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ലെറ്ററിനെ നമ്പർ ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെ ലെറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കും. അതിന്റെ ലെറ്ററിനെ എന്തെങ്കിലും നമ്പറിന്റെ സമ്മായിട്ട് ചോദിക്കും. പിന്നെ ഓഡ് 1 ചോദിക്കും. ഓഡ് 1 ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കാര്യം പാറ്റേണിൽ ഏതാണ് റോങ് ആയിട്ട് വരുന്നത്, ആ റോങ് ആയിട്ട് വരുന്നതാണ് ഓഡ് 1 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ തന്നിട്ടുള്ള നമ്പേഴ്സിൽ തന്നെ എന്ത് ചെയ്യും, അപ്പോൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഈ എക്സസൈസ് ക്വസ്റ്റ്യനിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കട്ടെ. ഞാനിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഈ 60 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കുന്നത്. ലോജിക്കൽ റീസണിങ് സിമ്പിൾ ആണ്, അത് ഫാക്റ്റ് ആണ്, ഉള്ളതാണ്. പക്ഷെ സിമ്പിൾ ആണ് ചെയ്യാണ്ടിരുന്നാൽ എക്സാമ്പിളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റെക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. ഈ 60 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ലിപ്പ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ ഈ 61 ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകട്ടോ. പിന്നെ അതേപോലെ തന്നെ എക്സാമിന്റെ തലേന്ന് സിമ്പിൾ അല്ലെന്ന് വിചാരിച്ചിട്ട് മാത്സും സ്റ്റാറ്റിക് മാത്രം നോക്കിയിട്ട് ലോജിക്കൽ റീസണിങ് നോക്കാണ്ട് പോയിട്ട് നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏതാണ് ലോജിക്കൽ റീസണിങ്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് തന്നെ പോട്ടെ. എക്സാമിന്റെ തലേന്ന് എന്തായാലും നോക്കിയിട്ട് പോവാം. ഇപ്പോൾ ഒരു വട്ടം നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റിവിഷന്റെ ആവശ്യമില്ല. ലോജിക്കൽ റീസണിങ്ങിന് റിവിഷന്റെ ആവശ്യമില്ല. പക്ഷെ എക്സാമിന്റെ തലേന്ന് എന്തായാലും നോക്കിയിട്ട് പോകണേ. അപ്പൊ എന്നാലും അടുത്ത ചാപ്റ്റർ നോക്കാം.